പല്ലിനെ കുറിച്ച് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. പല്ലിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പല്ലിനെ കുറിച്ചുള്ള പഠനമാണ് ഓഡന്റോളജി. ഒരു കുഞ്ഞിന് ഏകദേശം 6 മാസം പ്രായമാകുന്നത് മുതലാണ് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ആദ്യമുണ്ടാകുന്ന ഈ പല്ലുകൾക്ക് പറയുന്ന പേരാണ് പാൽപ്പല്ലുകൾ. മുകളിലും താഴെയുമായി ആകെ 20 പാൽപ്പല്ലുകളാണ് ഉള്ളത്. പിന്നീട് ഏകദേശം 6 വയസ്സ് പ്രായമാകുന്നത് മുതൽ ഈ പല്ലുകൾ ഓരോന്നായി പൊഴിയാൻ തുടങ്ങുകയും പുതിയവ കിളിർത്തു വരികയും ചെയ്യുന്നു. ഇങ്ങനെ രണ്ടാമതായി വരുന്ന പല്ലുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്ഥിരദന്തങ്ങൾ. പ്രായപൂർത്തിയായ ഒരാളിൽ എത്ര പല്ലുകൾ ഉണ്ടാവും? സ്ഥിരദന്തങ്ങളായി 32 പല്ലുകൾ ഉണ്ടാവും. ഇങ്ങനെ 2 വട്ടം മനുഷ്യനിൽ പല്ല് വരുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളുടെ പല്ലിന്റെ വിന്യാസത്തെ ദ്വിജദന്തങ്ങൾ എന്നാണ് നമ്മൾ പറയുക. 2 വട്ടം വരുന്നത് കൊണ്ടാണ് ദ്വിജദന്തങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യനിൽ ആകെ 4 തരം പല്ലുകളാണ് ഉള്ളത്. ഉളിപ്പല്ലുകൾ, കോമ്പല്ലുകൾ, അഗ്രശർവണകം, ശർവണകം. ഇവയിൽ ഏറ്റവും മുന്നിലായി കാണുന്ന ആഹാരവസ്തുക്കളെ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് ഉളിപ്പല്ലുകൾ. മുകളിലും താഴെയുമായി ആകെ 8 ഉളിപ്പല്ലുകളാണ് മനുഷ്യനിലുള്ളത്. ഉളിപ്പല്ലിന് തൊട്ടുപുറകെ കാണുന്ന പല്ലുകളാണ് കോമ്പല്ലുകൾ. ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കോമ്പല്ലുകൾ. ഇവയുടെ എണ്ണം 4 ആണ്. കോമ്പല്ലിന് പുറകിലായി കാണുന്ന പല്ലുകളാണ് അഗ്രശർവണകങ്ങൾ. മുകളിലും താഴെയുമായി ആകെ 8 അഗ്രശർവണകങ്ങളാണ് ഉള്ളത്. ഇവ ആഹാരവസ്തുക്കളെ ചവച്ചരയ്ക്കാനാണ് നമ്മെ സഹായിക്കുന്നത്. ഏറ്റവും പുറകിലായി കാണുന്ന പല്ലുകളാണ് ചർവണകങ്ങൾ. മുകളിലും താഴെയുമായി ആകെ 12 ചർവണകങ്ങളാണ് മനുഷ്യന്റെ വായയിൽ ഉണ്ടാവുക. ഈ ചർവണകങ്ങളും ആഹാരവസ്തുക്കളെ ചവച്ചരയ്ക്കാൻ തന്നെയാണ് സഹായിക്കുന്നത്. ഇവയിൽ ഏറ്റവും അവസാനത്തെ 4 ചർവണകങ്ങൾ മനുഷ്യന് പ്രായപൂർത്തിയായതിനു ശേഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ 4 പല്ലുകളെ നാം വിളിക്കുന്നത് വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത് എന്നാണ്. അഗ്രശർവണകം, ചർവണകം വിഭാഗത്തിൽപ്പെടുന്ന പല്ലുകളെ പൊതുവെ നാം അണപ്പല്ലുകൾ എന്നാണ് പറയാറ്. മനുഷ്യന്റെ ദന്തസൂത്രമാണ് 2123/2123. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് പല്ലിന്റെ പുറംപാളിയായ ഇനാമൽ. ഇത് വെള്ള നിറമുള്ള നിർജീവ ഭാഗമാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻഡൈൽ. മോണയിലെ കുഴികളിലാണ് നമ്മുടെ പല്ലുകൾ അടുക്കിയിരിക്കുന്നത്. ഈ മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം. മോണയിലെ കുഴികളിലാണ് പല്ലിനെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് എന്നതിനാൽ നമ്മുടെ പല്ലുകളെ നാം കോഡരദന്തങ്ങൾ എന്ന് പറയുന്നു. കോഡരം എന്ന് പറഞ്ഞ കുഴിയാണ്. കുഴികളിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് കാരണം നാം അതിനെ കോഡരദന്തങ്ങൾ എന്നാണ് പറയുക. ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ് ഇനാമൽ എങ്കിലും ചില ആസിഡുകളുടെ സാന്നിധ്യം ഇനാമലിനും കേടുവരുത്തുന്നുണ്ട്. നാം ആഹാരം കഴിച്ച ശേഷം വായ നന്നായി വൃത്തിയാക്കാതെ ആഹാര അവശിഷ്ടങ്ങൾ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അവിടെ ബാക്ടീരിയകൾ പോഷണം നടത്തുന്നു. തൽഫലമായി പല്ലുകളിൽ ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മുടെ ഇനാമലിന് കേടുവരുത്തുകയും ചെയ്യുന്നു. ഇതിന് പറയുന്ന പേരാണ് ദന്തക്ഷയം അഥവാ ടൂത്ത് ഡീകേ. അപ്പോൾ ഓർത്തു വെക്കുക, ദന്തക്ഷയത്തിന് കാരണമാകുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാക്റ്റിക് ആസിഡ് ആണ്. മധുരമുള്ള പദാർത്ഥങ്ങളാണ് ദന്തക്ഷയത്തിന് കൂടുതലായും കാരണമാകുന്നത്.